ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയിൽ ഇന്ന് 461 പോയിന്റിന്റെ ഏകദേശം 2% ഒരു വമ്പിച്ച റാലിയാണ് നടന്നത്. ബ്രോഡ് മാർക്കറ്റിൽ 72% സ്റ്റോക്കുകൾ ഇന്ന് നേട്ടത്തിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് ചേഞ്ച് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. നമുക്കറിയാം, 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് ഇറാനിലെ സൈനിക ഭരണകേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് വൻതോതിലുള്ള വ്യോമാക്രമണത്തോടെ ഒരു യുദ്ധത്തിന് തുടക്കമിട്ടത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം 105-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വമ്പിച്ച ഒരു റാലി കണ്ടത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു ഷോർട്ട് കവറിങ്ങിൽ തുടങ്ങി ഫ്രഷ് ബൈങ്ങിലേക്ക് മാറിയ ഒരു റാലിയായിട്ട് വേണം മനസ്സിലാക്കാൻ. കാരണം വെറും ഒരു ഷോർട്ട് കവറിങ് റാലി ആയിരുന്നെങ്കിൽ സാധാരണയായിട്ട് നിഫ്റ്റിയിലെ വൻകിട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലാണ് മുന്നേറ്റം ഉണ്ടാകുക. അപ്പോൾ റിലയൻസ്, HDFC ബാങ്ക്, TCS തുടങ്ങിയ അത്തരത്തിലുള്ള ചില നാമമാത്രമായിട്ടുള്ള സ്റ്റോക്കുകളിലായിരിക്കും വമ്പിച്ച മുന്നേറ്റം ഉണ്ടാകുക. എന്നാൽ ഇവിടെ നമ്മൾ ബ്രോഡ് മാർക്കറ്റിൽ കാണുന്നത് 72% സ്റ്റോക്കുകളും ഗ്രീൻ സോണിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ വമ്പിച്ച മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ മാർക്കറ്റ് വലിയ സെല്ലിംഗ് പ്രഷറിലായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇനിയും താഴോട്ടേക്ക് പോകുമെന്ന് കരുതിക്കൊണ്ട് ധാരാളം ഷോർട്ട് പൊസിഷൻ എടുത്ത ട്രേഡേഴ്സ് മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് മാർക്കറ്റ് ഉയർന്നപ്പോൾ അപ്പോൾ അവരുടെ ആ ഒരു ഷോർട്ട് പൊസിഷൻ വലിയ നഷ്ടം അവർക്ക് നൽകുന്നത് കൊണ്ട് തന്നെ അത് സ്ക്വയർ ഓഫ് ചെയ്യാൻ അവർ നിർബന്ധിതമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം വലിയ തോതിൽ ഇന്ന് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ടാവുക. അപ്പോൾ ഈ 461 പോയിന്റ് റാലി വളരെ ശക്തമാണെങ്കിലും ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് അതിൻ്റെ ബിയറിഷ് സോൺ മറികടന്നു എന്ന് നമുക്ക് പറയാറായിട്ടില്ല. അപ്പോൾ ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ടേൺ അറൗണ്ട് ആകണമെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു ഫോളോ അപ്പ് ബൈങ് ഉണ്ടാവണം. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കുകയും ഉയർന്ന വോളിയത്തിൽ അത് മുന്നേറുകയും വേണം. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് FIS ഡാറ്റയാണ്. ഒരു സെല്ലിംഗ് നിർത്തിയിട്ട് ബയേഴ്സായി മാറിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. കൂടാതെ ടെക്നിക്കൽ ലെവലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവല് ഈ 50-ഡേ മൂവിങ് ആവറേജ് ആണ്. അത് 23,700 മുകളിലാണ്. അപ്പോൾ നിലവിൽ 20-ഡേ മൂവിങ് ആവറേജിനെ നിഫ്റ്റി ഇന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 50-ഡേ മൂവിങ് ആവറേജ് കൂടി കവർ ചെയ്താൽ നമുക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് സിഗ്നൽ തരാൻ തുടങ്ങി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുപോലെ ഇന്നത്തെ RSI സിഗ്നൽ നൽകുന്ന ഒരു സൂചന അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റ് രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഈ ഒരു പോസിറ്റീവ് ബൈങ്ങിനെ വളരെ സംശയത്തോടെ വീക്ഷിക്കാനും ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ഫെബ്രുവരി 28 US ഇറാൻ പ്രശ്നം തുടങ്ങിയത് മുതൽ ഇതുവരെ ഏകദേശം 40 പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള യുദ്ധം തീർന്നെന്നും അത് തീരുകയാണെന്നും സെറ്റിൽമെന്റ് ഏകദേശം ധാരണയായെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയകളിലായിട്ടും മറ്റ് പ്രസ് കോൺഫറൻസിലും മറ്റും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊരു പ്രാവശ്യം പോലും ഇറാന്റെ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ലീഡർഷിപ്പ് അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് ഒരിക്കലും പ്രതികരിച്ചിരുന്നില്ല. പലപ്പോഴും അവരതിനെ തള്ളിക്കളയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ട്രംപ് തന്നെ പലപ്പോഴും ഇത് മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി യുദ്ധം തീരാൻ പോവുകയാണെന്ന് ഏറ്റവും അവസാനമായി ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ്റെ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുമെന്നും അപ്പോൾ ഇന്നത്തെ രാത്രി ഭയാനകമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡുകൾ കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു മാറ്റം നമ്മൾ ഡൊണാൾഡ് ട്രംപിൽ കാണുന്നത്. അപ്പോൾ ഡീൽ ഓൾറെഡി റെഡി ആയിട്ടുണ്ടെന്നും ഈ വീക്കെൻഡോടുകൂടി ഈ ഡീലിൽ ഒപ്പിട്ടുകൊണ്ട് ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും ട്രംപ് സൂചന നൽകിയതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ ഒരു ഉണർവുണ്ടാക്കിയത്. ഇപ്പോൾ യുദ്ധഭീതി ഒഴിഞ്ഞതോടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ബ്രണ്ട് ക്രൂഡിൻ്റെ വില കുത്തനെ ഇടിഞ്ഞു. ഇന്നിപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് $86 പെർ ബാരലാണ്. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് ഗ്രീൻ സിഗ്നലാണ്. അമേരിക്കൻ മാർക്കറ്റിൽ തന്നെ ഡൗ ജോൺസും S&P 500-ഉം നാസ്ഡാക്കും ഒക്കെ ഇന്നലെ നന്നായിട്ട് ഉയർന്നു. കൂടാതെ കൊറിയൻ മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റും ഒക്കെ ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ട്രംപിൻ്റെ പ്രസ്താവനകൾ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണിത്. പക്ഷെ പൊതുവേ നമുക്കറിയാം, ട്രംപിൻ്റെ പ്രസ്താവനകളെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് സമീപിക്കുന്നവരുണ്ട്. അപ്പോൾ അദ്ദേഹം മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് പറയുന്നവരുണ്ട്. ടാരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസ്താവനകൾ, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ, ഇതൊക്കെ പലപ്പോഴും ഗ്ലോബലായിട്ട് ഗോൾഡ് റേറ്റിലായാലും എണ്ണയുടെ വിലയിലായാലും വമ്പിച്ച ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഫൈനാൻഷ്യൽ അനലിസ്റ്റുകൾ കാണുന്നത് ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകൾ അതൊരു മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ നെഗോഷിയേഷൻ അഥവാ ഈ ചർച്ചകളിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ട്വീറ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റോ വഴി മാർക്കറ്റിൽ ചലനങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് സ്വന്തമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റ് മാനിപ്പുലേഷനാണ് എന്ന് നിയമപരമായി തെളിയിക്കുക വളരെ പ്രയാസമാണ്.
കാരണം ഒരു രാജ്യത്തിൻ്റെ ലീഡറുടെ വാക്കുകൾ നയപരമായ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധി ആ രാജ്യത്ത് നിന്ന് തന്നെയാണ്. കാരണം ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നുണ്ട്, യുദ്ധത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ അമേരിക്കൻ പാർലമെന്റിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ക്രൂഡ് ഓയിലിന്റെ വില ഉയരുന്നത് എപ്പോഴും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ക്രൂഡ് പ്രൈസ് ഇനിയും ഉയരുമെന്നുള്ള ആ ഒരു ആശങ്ക തീർച്ചയായിട്ടും ട്രംപിനെ ഈ ഒരു ഡീലിലെത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു US ഇറാൻ ഡീലിനോട് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഇറാൻ ഇത് പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കരാറിനെ കുറിച്ച് വലിയ പുരോഗതി ഉണ്ടെന്നും ട്രംപ് പറഞ്ഞതിന് പിന്നാലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബക്കായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കരാറിന്റെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കരാറിന്റെ ഡ്രാഫ്റ്റ് ഇറാന്റെ ഹയർ ലെവൽ അതോറിറ്റീസ് പരിശോധിച്ച് വരികയാണെന്ന് മാത്രമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എങ്കിലും ഈ ഡീലിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാന താല്പര്യങ്ങൾ റെഡ് ലൈനുകളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറാകില്ലെന്ന് ബക്കായി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്റർനാഷണൽ സാങ്ഷൻസ് പൂർണ്ണമായിട്ട് നീക്കണം, അതുപോലെ ഫ്രീസ് ചെയ്തിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ തിരിച്ചു തരണം, കൂടാതെ ഹോർമസ് സ്ട്രൈറ്റ് തങ്ങളുടെ അധികാരം ഗ്ലോബലായിട്ട് അംഗീകരിക്കപ്പെടണം. ഇതൊക്കെയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറില്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള മുജ്തബ ഖുബൈനി ഈ കരാറിന് അനുമതി നൽകിയതായി താൻ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇറാന്റെ ഒഫീഷ്യൽ വാർത്താ ഏജൻസി ആയിട്ടുള്ള ഫാർസ് ന്യൂസ് ഏജൻസി ഈ ഒരു വാദം നിഷേധിച്ചെങ്കിലും ലൈക്ലി ടു ബി അപ്രൂവ്ഡ് എന്ന ഒരു പ്രസ്താവനയും നടത്തിയിട്ട് കാണും. ഏതായാലും മാർക്കറ്റ് ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ക്രൂഡ് ഓയിൽ 86 എന്ന ലെവലിൽ എത്തിയതുകൊണ്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ 2-3 മാസങ്ങളിലായിട്ട് ഈ ഒരു റേഞ്ചിൽ ഒരിക്കലും ക്രൂഡ് ഓയിലിൻ്റെ വില വന്നിട്ടില്ല. കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ 95, 110 എന്ന ഒരു റേഞ്ചിലായിരുന്നു ക്രൂഡ് ഓയിൽ വില ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ക്രൂഡ് ഓയിൽ വില കാണുന്നത്. അത് ഒരു പോസിറ്റീവ് സൈനായിട്ട് മാർക്കറ്റ് എടുക്കുകയാണ്. ഇനി നമ്മൾ വേൾഡ് ബാങ്ക് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ട്സിലെ ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബലായിട്ടുള്ള എക്കണോമിക് വളർച്ച അത് 2.5% ആയിട്ട് വേൾഡ് ബാങ്ക് കുറച്ചിട്ടുണ്ട്. ഇത് മുമ്പേ 2.9% ആയിരുന്നു. അതായത് കോവിഡ് പാൻഡമിക്കിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത്. അപ്പോൾ ലോകത്തിലെ 2 രാജ്യങ്ങളുടെയും വളർച്ചാ നിരക്ക് ഇതേപോലെ വേൾഡ് ബാങ്ക് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ഈ ഒരു ഇന്ധന പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാവുകയും അത് ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ ബാധിക്കുകയും ചെയ്താൽ വളർച്ചാ നിരക്ക് 1.3% വരെ കൂപ്പുകുത്താമെന്നാണ് വേൾഡ് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയത്. അപ്പോൾ ഗ്ലോബൽ ലെവല് വലിയ തോതിലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസും ഫ്രസ്ട്രേഷനും നിലനിൽക്കുമ്പോഴും ഇന്ത്യയെക്കുറിച്ച് വളരെ പോസിറ്റീവായതും ആശ്വാസകരവുമായ ഒരു വിലയിരുത്തലാണ് വേൾഡ് ബാങ്ക് നൽകിയിരിക്കുന്നത്. ഗ്ലോബൽ ക്രൈസിസിനിടയിലും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയൊരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമിയായിട്ട് ഇന്ത്യ തുടരുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തെ ആ ഒരു വളർച്ചാ പ്രവചനം അത് ജനുവരിയിൽ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള 6.5%-ൽ നിന്നും 6.6% ആയിട്ട് വേൾഡ് ബാങ്ക് ഉയർത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ വരും വർഷങ്ങളിൽ 2027-28 7.2% ആയിട്ടും 28-29 7% ആയിട്ടും അത് ഉണ്ടാകുമെന്നും വേൾഡ് ബാങ്ക് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ചൈനയുടെ വളർച്ച 4.2 ആയിട്ട് ചുരുങ്ങുമെന്നും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായതിനാൽ ഈ ഉയർന്ന ഇന്ധനവിലയും മറ്റ് റോ മെറ്റീരിയൽ കോസ്റ്റിലുണ്ടായിട്ടുള്ള വർധനവും ഇന്ത്യയെ മോഡറേറ്റായ രീതിയിൽ ബാധിച്ചേക്കാം. കൂടാതെ ഉയർന്ന രീതിയിലുള്ള സബ്സിഡികൾ കാരണവും ഫിസ്ക്കൽ ഡെഫിസിറ്റ് നേരിയ തോതിൽ വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്നും വേൾഡ് ബാങ്ക് പറയുന്നുണ്ട്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളായിട്ട് കാണുന്നത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഡിമാൻഡ് വർദ്ധിച്ചു, കൂടാതെ GST നിരക്കുകളിൽ വന്ന ഇളവുകളും ജനങ്ങളുടെ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കുമെന്നാണ് വേൾഡ് ബാങ്ക് കണക്കുകൂട്ടുന്നത്. കൂടാതെ പുതിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകളും വരാനിരിക്കുന്ന US-ന്റെ ആ ഒരു താരിഫ് റിഡക്ഷനുമൊക്കെ ഇന്ത്യയുടെ കയറ്റുമതിയെ വലിയ തോതിൽ സഹായിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ലോകം മുഴുവൻ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഭീതിയെ ആശങ്കയോടെ കാണുമ്പോഴും ഇന്ത്യ കുറച്ചുകൂടി ഫൈനാൻഷ്യലി സേഫ് ആയിട്ടുള്ള ഒരു പാതയിലാണെന്നാണ് വേൾഡ് ബാങ്ക് അടിവരയിടുന്നത്. ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ത്യ വിക്സ് ഇപ്പോൾ 14 എന്ന ലെവലിലേക്ക് വന്നതായിട്ട് കാണാം. ഇന്ന് ഏകദേശം 5% ഒരു ഇടിവ് ഇന്ത്യ വിക്സിലുണ്ടായി. അപ്പോൾ വളറ്റിലിറ്റി വളരെയധികം നോർമലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ മാർക്കറ്റിലെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻ്റ് ആണ് ഇന്നത്തെ മാർക്കറ്റിനെ ഈ രീതിയിൽ മുന്നോട്ടേക്ക് നയിച്ചത്. കൂടാതെ റിയാലിറ്റി, ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ നല്ല ബൈങ് ഇന്ന് പ്രകടമായിരുന്നു. ഇപ്പോൾ നിഫ്റ്റി 50-ൽ ശക്തമായ പ്രകടനം നടത്തിയ 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, L&T, ഇൻഡിഗോ, ടാറ്റ മോട്ടോഴ്സ്,
പാസഞ്ചർ വെഹിക്കിളൊക്കെയാണ് ഏകദേശം 4% മുതൽ 8% വരെയുള്ള റാലി നടത്തിയത്. ഇനി നിഫ്റ്റി 500ൽ നോക്കുകയാണെങ്കിൽ IFCI അപ്പർ സർക്യൂട്ടിലേക്ക് പോയതായിട്ട് കാണാം. കൂടാതെ ഓത്തം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അശോക് ലൈലൻഡ്, നെറ്റ്വെബ് ടെക്നോളജീസ്, ടാറ്റ ടെലി സർവീസസ് ലിമിറ്റഡ് ഒക്കെ ഇന്ന് നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ടോപ്പ് പെർഫോമർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നിഫ്റ്റിയിൽ വമ്പിച്ച റാലി നടന്ന ഒരു ദിവസമായിട്ടും നെസ്ലെ ഇന്ത്യയുടെ സ്റ്റോക്കുകൾ 3% വരെ ഇടിഞ്ഞതായിട്ട് കാണാം. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ ഒരു നോട്ടീസാണ് ഇത്തരം ഒരു ഇടിവിലേക്ക് നെസ്ലെ പോകാൻ കാരണം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ നെസ്ലയുടെ ഒരു പ്രധാന ഉൽപ്പന്നമായിട്ടുള്ള മാഗി നൂഡിൽസിൻ്റെ പാക്കറ്റുകളിൽ ഇൻസെക്റ്റ് ലാർവകളെ കണ്ടെത്തിയെന്ന ആരോപണത്തിലാണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി കമ്പനിക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബാച്ചിൻ്റെ ക്വാളിറ്റി ചെക്ക് രേഖകളും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വിവരങ്ങളും അതുപോലെ ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ എടുത്ത നടപടികളും വ്യക്തമാക്കാൻ FSAI നെസ്ലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നെസ്ലയുടെ വരുമാനത്തിൻ്റെ 30% വരുന്നത് ഈ മാഗി പ്രൊഡക്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മാഗിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം നെഗറ്റീവ് വാർത്തകൾ ബ്രാൻഡിൻ്റെ വിശ്വാസ്യതയെയും അതിൻ്റെ വിൽപ്പനയും ബാധിക്കുമെന്ന ഭയം ഇൻവെസ്റ്റേഴ്സിനുണ്ട്. 2015 മാഗി നേരിട്ട നിരോധനവും അത് വരുത്തിയ വമ്പൻ നഷ്ടവും ഈ സ്റ്റോക്കിൽ എപ്പോഴും ഒരു ഭയാനകമായ ഓർമ്മകളാണ്. എങ്കിലും ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പാനിക് സെല്ലിംഗ് ആയിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കമ്പനി ഇതിന് നൽകുന്ന മറുപടിയും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അടുത്ത നടപടികളും അടിസ്ഥാനമാക്കിയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുക. ഇനി നമ്മൾ നിഫ്റ്റി ലെവലിലേക്ക് വന്നാൽ ഇന്ന് പുട്ട് കോൾ റേഷ്യോ 1.7 എന്നുള്ള ലെവലിൽ ഓവർ ബോട്ട് സോണിലേക്ക് പോയിരിക്കുകയാണ്. സാധാരണഗതിയിൽ പുട്ട് കോൾ റേഷ്യോ 1 മുകളിലാണെങ്കിൽ അത് പോസിറ്റീവ് ട്രെൻഡായിട്ടാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ 1.7 എന്നുള്ള ലെവല് ഒരു ഓവർ ബോട്ട് സോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇമ്മീഡിയറ്റ് കറക്ഷനും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് 23,500 ലെവലാണ്. അതുപോലെ 23,800, 24,000 ലെവല് വമ്പിച്ച ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന 24,000 ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. 23,500നും 24,000നും ഇടയിലുള്ള ഒരു പഴയ ലെവലിലേക്ക് ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.